പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഏറനാടിന്റെ മണ്ണിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മലപ്പുറത്തെ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർ ഇരു കൈകളും നീട്ടി പ്രതിപക്ഷ നേതാവിന്റെ യാത്രയെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും കാണാൻ കഴിയുന്നത്. അഭൂതപൂർവമായ ജനക്കൂട്ടമാണ് മലപ്പുറത്തെ ഈ യാത്രയെ സ്വീകരിക്കാൻ ഒഴുകിയെത്തുന്നത്. ചാലിയാറും അറബിക്കടലും കൈകോർക്കുന്ന മലപ്പുറത്തിന്റെ മണ്ണിൽ, നിലമ്പൂർ തേക്കിന്റെ മണ്ണിൽ മറ്റൊരു വിസ്മയം തീർക്കാനാണ് പ്രതിപക്ഷ നേതാവ് ഈ യാത്രയുമായി, പുതുയുഗ യാത്രയുമായി മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. കേരളത്തിന്റെ ഫുട്ബോളിന്റെ മെക്ക എന്നറിയപ്പെടുന്ന മലപ്പുറത്തിന്റെ മണ്ണിൽ വി.ഡി. സതീശൻ നയിക്കുന്ന യാത്ര ഏതു തരത്തിലാണ് ജനങ്ങളുടെ മനസ്സിന്റെ അകത്ത് ഒരു മാറ്റം സൃഷ്ടിക്കാൻ പോകുന്നത്? കഴിഞ്ഞ തവണ ഐക്യജനാധിപത്യ മുന്നണിക്ക് നഷ്ടപ്പെട്ട പൊന്നാനിയും താനൂരും അടക്കമുള്ള മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാൻ ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനും കഴിയുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം ഉറ്റുനോക്കുന്ന ഒരു കാര്യം. വി.ഡി. സതീശന്റെ യാത്ര മലപ്പുറത്തിന്റെ മണ്ണിൽ ചാലിയാർ പുഴയുടെ ഓളങ്ങളെ തഴുകി കടന്നുപോകുമ്പോൾ വലിയ രാഷ്ട്രീയ മുന്നേറ്റമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. സതീശന്റെ യാത്ര മലപ്പുറം ജില്ല വിടുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ താഴെത്തട്ടിലെ കെട്ടും മട്ടും രൂപവും ഭാവവും മാറി തെരഞ്ഞെടുപ്പിന് നേരിടാൻ സജ്ജമാവുമോ? വിശദമായി പരിശോധിക്കാം. വി.ഡി. സതീശന്റെ യാത്ര മലപ്പുറത്തുണ്ടാക്കുന്ന ഓളം എന്താണ്? അതായത് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കിയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര മലപ്പുറം ജില്ലയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. മലപ്പുറത്ത് കോൺഗ്രസിനും UDF-നും ശക്തമായ സംവിധാനമുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. ആ മലപ്പുറം ജില്ലയിൽ ജാഥ പര്യടനം തുടരുമ്പോൾ വലിയ പ്രതീക്ഷയാണ് ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണിക്കുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നും കോൺഗ്രസിനും നഷ്ടമായ മണ്ഡലം 1 നിലമ്പൂരായിരുന്നു, 2 തവനൂർ, 3 പൊന്നാനി, 4 താനൂർ. നിലമ്പൂർ മണ്ഡലം പിന്നീട് ഉപതെരഞ്ഞെടുപ്പിലൂടെ തിരിച്ചുപിടിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു. കോൺഗ്രസിന് കഴിഞ്ഞു. ആര്യാടൻ ഷൗക്കത്തിനെ അവിടെ വിജയിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ തവനൂരും അതോടൊപ്പം തന്നെ താനൂരും പൊന്നാനിയും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. KT ജലീൽ തവനൂരിൽ വീണ്ടും ജനവിധി തേടും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പൊന്നാനിയിലും താനൂരിലും ആര് മത്സരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും സ്ഥാനാർത്ഥി ചിത്രം പുറത്തു വരിക. പക്ഷേ ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണി വലിയ ലക്ഷ്യമാണ് മലപ്പുറത്ത് ലക്ഷ്യം വെക്കുന്നത്. കാരണം മലപ്പുറത്തെ മുഴുവൻ സീറ്റുകളും വിജയിക്കുക എന്നതാണ് കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും ലക്ഷ്യം. വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ ജാഥ കടന്നു വരുമ്പോൾ വള്ളിക്കുന്നും അതോടൊപ്പം തന്നെ കൊണ്ടോട്ടിയും ഏറനാടും വണ്ടൂരും നിലമ്പൂരും മലപ്പുറവും മഞ്ചേരിയും താനൂരും തിരൂരും എല്ലാം കടന്ന ഒടുവിൽ യാത്ര ഏറ്റവും അവസാന സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോൾ വലിയ പ്രതീക്ഷയാണ് UDF നേതാക്കന്മാർക്കുള്ളത്. കാരണം ഐക്യജനാധിപത്യ മുന്നണിയുടെ കെട്ടും മട്ടും രൂപവും മാറി അതിന്റെ ഏറ്റവും ഒരു 2001 ശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 100 സീറ്റ് നേടി അധികാരത്തിൽ ഏറാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെയും UDF-ന്റെയും കണക്കുകൂട്ടൽ. ഈ മുസ്ലിം ലീഗിന്റെ ഏറ്റവും ശക്തിദുർഗമായ ജില്ലയാണ് മലപ്പുറം ജില്ല. ആ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന് അവരുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും അവരുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ഭരണത്തിലേക്ക് ഉള്ള കോൺഗ്രസിന്റെയും UDF-ന്റെയും ചവിട്ടുപടി എളുപ്പമാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മലബാറിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുള്ള മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും വലിയ ശക്തിയുണ്ട്. മുസ്ലിം ലീഗിന് ശക്തിയുണ്ട്, കോൺഗ്രസിന് ശക്തിയുണ്ട്. കാരണം തീരദേശ മണ്ഡലങ്ങളിലടക്കം ശക്തമായ സ്വാന്നിധ്യമാണ് ഇരു പാർട്ടികൾക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ CPM-ഉം ഇടതുമുന്നണിയും കാലാകാലങ്ങളായി സ്വീകരിക്കുന്ന ഒരു തന്ത്രം പല മണ്ഡലങ്ങളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുക എന്നതാണ്. നേരത്തെ കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ടയായിരുന്ന ആര്യാടൻ മുഹമ്മദ് തന്റെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടിയ മണ്ഡലം. ആര്യാടൻ മുഹമ്മദിന്റെ നിലമ്പൂരിന് ഒരു പ്രത്യേകതയുണ്ട്. ആര്യാടൻ മുഹമ്മദ് UDF-ൽ നിന്നും LDF-ൽ നിന്നും ജയിച്ച മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം. ആ നിലമ്പൂർ മണ്ഡലത്തിൽ ആര്യാടൻ മുഹമ്മദിനെ പരാജയപ്പെടുത്താൻ PV അൻവർ എന്ന അതികായകനെ രംഗത്തിറക്കിയാണ് അവർക്ക് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെ ആദ്യഘട്ടത്തിൽ പരാജയപ്പെടുത്താൻ കഴിയുന്നത്. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ VV പ്രകാശിനെ പരാജയപ്പെടുത്തിയതും ഇതേ തന്ത്രം ഉപയോഗപ്പെടുത്തിയാണ്. അവിടെയാണ് വീണ്ടും മറ്റൊരു രൂപത്തിലേക്ക് അവർ മുന്നോട്ട് പോകുന്നത്. ഇത്തവണയും സ്വതന്ത്ര രംഗത്തിറക്കാനാണ് അവരുടെ തീരുമാനം എന്നാണ് നമുക്ക് പല മണ്ഡലങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വതന്ത്രമാരെ രംഗത്തിറക്കി കോൺഗ്രസിന്റെയും UDF-നെയും മണ്ഡലം പിടിച്ചടക്കാനുള്ള ഒരു ശ്രമം ഐക്യജനാധിപത്യ മുന്നണി നടത്തുമോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുമോ, ഐക്യജനാധിപത്യ മുന്നണി അതിനെ എങ്ങനെ നേരിടും എന്നതൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് കണ്ടറിയേണ്ടത്. പക്ഷേ താഴെത്തട്ടിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം താഴെത്തട്ടിലുള്ള കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെ ഐക്യം വളരെ വലുതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മലപ്പുറം ജില്ലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ പല മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ പല പഞ്ചായത്തുകളും UDF-നകത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള മത്സരം നടക്കുന്ന ചില പഞ്ചായത്തുകളുണ്ട്. പൊന്മുണ്ടം പോലെയുള്ള പഞ്ചായത്തിൽ ഇത്തവണ മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തി കോൺഗ്രസ് അധികാരത്തിൽ വന്ന സാഹചര്യമുണ്ട്. അവിടെ ചിലയിടങ്ങളിലെല്ലാം കോൺഗ്രസും ലീഗും തമ്മിലുള്ള, കാരണം ഇരു പാർട്ടികൾക്കും തുല്യമായ ശക്തിയാണ് ഇവിടങ്ങളിലെല്ലാം ഉള്ളത്. യൂത്ത് കോൺഗ്രസിനൊക്കെ സംഘടനാപരമായി വളരെ
സംവിധാനമുള്ള, നേരത്തെ കേരളത്തിന്റെ സമര യൗവനത്തിന് നേതൃത്വം നൽകിയ ഈ റിയാസ് മുക്കോളിയെ പോലുള്ള നേതാക്കന്മാർ കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനമാണ് മലപ്പുറത്തെ യൂത്ത് കോൺഗ്രസ്. ആ റിയാസ് മുക്കോളിയെ പോലുള്ള നേതാക്കന്മാരുടെ കീഴിൽ യൂത്ത് കോൺഗ്രസ് ഒക്കെ എല്ലാ മണ്ഡലങ്ങളും അതിശക്തമായ സംഘടനാ സംവിധാനം. ഒരുപക്ഷെ കേരളത്തിൽ ഇത്രത്തോളം സംഘടനാ സംവിധാനം, മലപ്പുറത്തോളം സംഘടനാ സംവിധാനം യൂത്ത് കോൺഗ്രസിന് ചില ഇടങ്ങളിലും ചില ജില്ലകളിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് അവിടെ കോൺഗ്രസും ലീഗും ഒന്നിക്കുമ്പോൾ ഇടതുമുന്നണിയുടെ കോട്ടക്കൊത്തളങ്ങളിൽ പൊന്നാനി കാലാകാലങ്ങളായി ഇടതുമുന്നണി ജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ്. നേരത്തെ കോൺഗ്രസിന് വേണ്ടി MP ഗംഗാധരനൊക്കെ ജയിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ പഴയ പൊന്നാനിയല്ല ഇപ്പോഴത്തെ പൊന്നാനി മണ്ഡലം വെട്ടിമുറിച്ച് അത് രൂപമാറ്റമൊക്കെ വരുത്തിയ പൊന്നാനി മണ്ഡലത്തിൽ ഇത്തവണ പൊന്നാനി തിരിച്ചു പിടിക്കാൻ കഴിയുമോ? പൊന്നാനിയിൽ 6 സ്ഥാനാർത്ഥിയും നിരവധിയായ പേരുകൾ കേൾക്കുന്നുണ്ട്. തവനൂർ അത് കോൺഗ്രസിന് തിരിച്ചു പിടിക്കാൻ കഴിയുമോ? താനൂര് കോൺഗ്രസിന് തിരിച്ചു പിടിക്കാൻ കഴിയുമോ? താനൂര് നേരെ ഇത്തവണ അബ്ദുറഹിമാൻ എന്ന് പറയുന്ന കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം ജയിച്ചത്. അദ്ദേഹം നേരത്തെ കോൺഗ്രസ് നേതാവായിരുന്നു. കോൺഗ്രസ് നേതാവായ അബ്ദുറഹിമാനെ രംഗത്തിറക്കിയാണ് താനൂർ മുസ്ലിം ലീഗിൽ നിന്ന് പിടിച്ചെടുക്കാൻ CPM കഴിഞ്ഞത്. അതുപോലെ തവനൂര് KT ജലീൽ, നേരത്തെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന KT ജലീൽ, സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന KT ജലീലിലൂടെയാണ് മണ്ഡലം പിടിച്ചെടുക്കുന്നത്, പഴയ കുറ്റിപ്പുറം പിടിച്ചെടുക്കുന്നത്. അതാണ് പിന്നീട് തവനൂരായി മാറുന്നത്. പിന്നീട് അതോടൊപ്പം തന്നെ പൊന്നാനിയും തവനൂരും അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ശക്തിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. അവിടങ്ങളിലെല്ലാം സ്വതന്ത്രന്മാരെ പരീക്ഷിച്ചുള്ള പരീക്ഷണമാണ് CPM എക്കാലത്തും ഗുണകരമായത്. ഇത്തവണ അങ്ങനെയല്ല. നഷ്ടപ്പെട്ടു പോയ തവനൂരും താനൂരും പൊന്നാനിയും എല്ലാം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് UDF ക്യാമ്പിനുള്ളത്. അവിടെ VD സതീശന്റെ യാത്ര ഒരു വലിയ ഇമ്പാക്റ്റ് ആക്കി മാറുമ്പോൾ ഏത് തരത്തിലാണ് കോൺഗ്രസിനെയും UDFനെയും അവിടെ മലപ്പുറത്തിന്റെ ജില്ല സഹായിക്കാൻ പോകുന്നത്? അല്ല, VD സതീശന്റെ യാത്ര മലപ്പുറം ജില്ലയെ മാത്രമല്ല കേരളത്തിലെ 14 ജില്ലയും സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 4 ജില്ല പിന്നിടുമ്പോൾ നമ്മൾ കണ്ടതാണ് എന്തുമാത്രം തിരക്കായിരുന്നു, തിക്കും തിരക്കുമാണ്. അല്ലെങ്കിൽ VD സതീശനെ ടീം UDFനെ കാണാൻ എത്തിയത് എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ മലപ്പുറം ഈ പറയുന്ന പോലെ സത്യം പറഞ്ഞാൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം സൂചിപ്പിച്ച ഒരു കാര്യം കൂടിയുണ്ട്. CPMനോ CPIക്കോ അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് കോട്ട എന്ന് പറയാനാകുന്ന തരത്തിൽ നിലവിൽ കേരളത്തിൽ വലിയ സ്ഥലങ്ങൾ അല്ലെങ്കിൽ വലിയ കോട്ടകളൊന്നുമില്ല. പല കോട്ടകളും പൊളിഞ്ഞടിയുകയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലുണ്ടായത്. അതേ കാര്യം തന്നെ ആവർത്തിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ചേട്ടൻ നമ്മൾ പറഞ്ഞു ഇതുവരെ അല്ലെങ്കിൽ കോൺഗ്രസിനെ അല്ലെങ്കിൽ UDFനെ എടുത്താൽ, ഐക്യ ജനാധിപത്യ മുന്നണി എടുത്താൽ ഈ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു സംഘടനാ സംവിധാനമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇപ്പോഴുള്ളത്. നമുക്കറിയാം കോൺഗ്രസിൽ എക്കാലത്തും കോൺഗ്രസിനെ നശിപ്പിച്ചിട്ടുള്ളത് ഈ പറയുന്ന കോൺഗ്രസിന്റെ അകത്തുള്ള പടലപ്പിണക്കങ്ങളാണ്. ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിനേക്കാൾ നന്നായിട്ട് കോൺഗ്രസ്സുകാർക്ക് ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ അറിയാം. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അതുണ്ടായില്ല. എല്ലാവരും ഒരുമിച്ച് നിന്നു, എല്ലാവരെയും പരിഗണിച്ച്, എല്ലാവരെയും ഉൾക്കൊണ്ട്, എല്ലാവരുടെ അഭിപ്രായങ്ങളെ മാനിച്ച് മുന്നോട്ട് പോയത് കൊണ്ട് തന്നെയാണ് ആ ഒരു ഐക്യം തന്നെയാണ് കോൺഗ്രസിനെ അല്ലെങ്കിൽ UDFനെ വിജയത്തിലേക്ക് എത്തിച്ചത്. അതേ ഐക്യം തുടർന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പൊ കോൺഗ്രസ്സുകാർക്ക് പോലും സത്യത്തിൽ ഒരു ഞെട്ടലാണ്. കാര്യം അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഈ പറയുന്ന ഈ വലിയ രാഷ്ട്രീയമൊന്നുമില്ലാത്ത അധികാരത്തിൽ ആര് വന്നാലും സാധാരണക്കാർക്ക് ഗുണം കിട്ടണം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഭയങ്കര ഹാപ്പിയാണ്. കാര്യം അവർക്കൊക്കെ ഈ സാധാരണ ഈ നിഷ്പക്ഷരുടെയൊക്കെ മനസ്സെന്ന് പറയുന്നത് കോൺഗ്രസ് മനസ്സാണ്. അത് കോൺഗ്രസ്സുകാരായിട്ടാണ് ആ മനസ്സിൽ നിന്ന് അകറ്റിയത്. ഈ സാധാരണക്കാരായിട്ടുള്ള തിരുവനന്തപുരത്ത് തീരദേശത്തൊക്കെ പോകുമ്പോൾ തീരദേശത്തുള്ളവരോട് ചോദിക്കുമ്പോൾ അവർ പലരും പറയുന്നത് നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്, നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നത് കോൺഗ്രസ് ആണ്. അത്തരത്തിൽ കോൺഗ്രസിനോട് കേരളത്തിലെ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷത്തിന് ഒരു സ്നേഹമുണ്ട്, ഒരു അടുപ്പമുണ്ട്. അതില്ലാതാക്കിയത് കോൺഗ്രസിന്റെ അകത്തുള്ള പടലപ്പിണക്കങ്ങളായിരുന്നു. പക്ഷെ ഇപ്പൊ കോൺഗ്രസ് അങ്ങനെയല്ല. കോൺഗ്രസ് ഒരു ടീമാണ്. അതിന്റെ അകത്ത് കപ്പിത്താനോ അല്ലെങ്കിൽ ഈ നേതാവോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും കൂടിയുള്ള ഒരു ടീമാണ്, ടീം UDF ആണ്. അപ്പൊ അത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കരുത്തേകും. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പോലെ ആ സമയത്താണ് അല്ലെങ്കിൽ VD സതീശന്റെ യാത്ര, പുതുയുഗ യാത്ര എന്ന് പറയുന്നത് പുതുപ്രതീക്ഷയാണ് കോൺഗ്രസിനും കേരളത്തിനും നൽകുന്നത്. VD സതീശൻ യാത്ര നയിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ യാത്രയാണിത്. പ്രതിപക്ഷ നേതാവിന്റെ യാത്രയായി മാത്രമല്ല ഇതിനെ സ്വീകരിക്കുന്നത്, സാധാരണക്കാരായ ജനങ്ങൾ സ്വീകരിക്കുന്നത് ഇത് UDFന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ യാത്രയാണ്. പ്രതിപക്ഷ നേതാവിനെ കാണാൻ എത്തുമ്പോൾ അവിടെ പ്രതിപക്ഷ നേതാവ് മാത്രമല്ലല്ലോ ഉണ്ടാവുന്നത്, MP മാരുണ്ടാകാറുണ്ട്, മറ്റ് MLA മാരുണ്ട്, മറ്റ് കോൺഗ്രസിലെ നേതാക്കളുണ്ട്, അല്ലെങ്കിൽ UDFിലെ നേതാക്കളുണ്ട്. അവരെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പൊ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ, ജാഥ തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ, കാസർഗോഡ് നിന്ന് തുടങ്ങിയ സമയം മുതൽ കോൺഗ്രസിനും VD സതീശനും അല്ലെങ്കിൽ UDFനും വളരെയധികം ആത്മവിശ്വാസം നൽകുന്ന ഒരു പിന്തുണ, ജനപിന്തുണയാണ് കിട്ടുന്നത്. അത് തിരുവനന്തപുരം വരെ ഇതേ പിന്തുണ ഉണ്ടായാൽ അത് കോൺഗ്രസിന്റെ വിജയമാണ്. ആദ്യഘട്ടത്തിൽ എന്തായാലും കോൺഗ്രസ് വിജയിച്ചു കഴിഞ്ഞു. ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും ഇതേ ഐക്യവും ഒത്തൊരുമയും കൊണ്ടുപോകാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടവും വിജയിക്കും. അപ്പോൾ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയുഗ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഇതേ രീതിയിലുള്ള ഒരു ഓളം സൃഷ്ടിക്കാൻ ഈ യാത്രയ്ക്ക് കഴിഞ്ഞാൽ അത് പൂർണ്ണമായി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല.
തീർച്ചയായും ഭാരതപ്പുഴയും ചാലിയാറും അറബിക്കടലും കൈകോർക്കുന്ന മമ്പുറം പള്ളിയും തിരുനാവായും സ്ഥിതി ചെയ്യുന്ന കാടാമ്പുഴയും സ്ഥിതി ചെയ്യുന്ന മതമൈത്രിയുടെ പ്രതീകമായി കേരളത്തിന്റെ മണ്ണിൽ ജ്വലിച്ചു നിൽക്കുന്ന കേരളത്തിന്റെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനി സ്ഥിതി ചെയ്യുന്ന ഫുട്ബോളിനെ ഹൃദയത്തിലേറ്റുന്ന ഏറ്റവും കൂടുതൽ ആളുകളുള്ള സെവൻസ് ഫുട്ബോളിന്റെ ഈറ്റില്ലവും പൂറ്റില്ലവുമായ മലപ്പുറത്തിന്റെ മണ്ണും മനസ്സും ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം ഉണ്ടാകുമോ? വി ഡി സതീശന്റെ പുതിയുഗ യാത്രയിൽ തിങ്ങിക്കൂടുന്ന ആൾക്കൂട്ടം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ടായി മാറുമോ എന്നെല്ലാം നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. എന്തായാലും ജാഥ മറ്റു ജില്ലകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ഇതിഹാസം തീർത്തുകൊണ്ടാണ് മലപ്പുറത്തിന്റെ സ്വീകരണം ഏറ്റുവാങ്ങി മുന്നോട്ട് പോകുന്നത്. മലബാർ വി ഡി സതീശന്റെയും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF നേതൃത്വത്തിലുള്ള പുതിയ യാത്രയെ ഹൃദയത്തോട് ചേർത്ത് സ്വീകരിച്ചു. ഓരോ ജില്ലയിൽ കടന്നു വരുമ്പോൾ മറ്റുള്ള ജില്ലയിൽ നിന്ന് ഉള്ള വലിയ സ്വീകരണമാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങൾ ലഭിക്കുന്നത്. മലപ്പുറത്തും സ്വീകരണവും ആവേശവും അതിന്റെ പരകോടിയിൽ എത്തി നിൽക്കുകയാണ്. മലപ്പുറത്ത് ജാഥ പര്യടനം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു, തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ പുതുയുഗം പിറക്കുമെന്ന് എല്ലാം നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമേ തിരിച്ചറിയാൻ കഴിയൂ, വ്യക്തമാക്കാൻ കഴിയൂ. പക്ഷേ വി ഡി സതീശന്റെ പുതിയ യാത്ര കേരള രാഷ്ട്രീയത്തിനകത്ത്, കോൺഗ്രസ് രാഷ്ട്രീയത്തിന്, ഐക്യജനാധിപത്യ മുന്നണി രാഷ്ട്രീയത്തിനകത്ത് ഒരു പുതുയുഗം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.